കള്ളില്ലാതെ നല്ലപോലെ പൊങ്ങി വരുന്നൊരു അടിപൊളി കള്ളപ്പത്തിൻ്റെ റെസിപ്പി കണ്ടാലോ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ യാതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എപ്പോഴാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് അരി വെള്ളത്തിലിടാൻ ശ്രമിക്കുക. കാരണം നമുക്കിത് ഇന്ന് വൈകിട്ടത്തേക്കാണ് വേണ്ടത് എങ്കിൽ തലേ ദിവസം രാത്രി തന്നെ നമ്മൾ അരി വെള്ളത്തിലിടുക. അല്ല നമുക്ക് രാവിലത്തേക്കാണ് വേണ്ടതെങ്കിൽ പിറ്റേ ദിവസം കാലത്തേ അരി വെള്ളത്തിലിടുക കേട്ടോ. അപ്പം ഞാനിത് ഇന്ന് വൈകിട്ടത്തേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ഇന്നലെ രാത്രിയെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അരി മാക്സിമം അരി ഒരു 4-5 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എപ്പോഴാണ് അച്ഛാ ഇട്ട് വയ്ക്കുക. അപ്പോൾ ഞാൻ തലേ ദിവസം രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിറ്റേ ദിവസം കാലത്ത് ഞാൻ നല്ല പോലെ കഴുകി എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം ഫുൾ അരി ഇടുന്നില്ല. അതിന് കുറച്ച് മാത്രം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. ഫൈനായിട്ട് ഈ അരിയൊന്നും ബാക്കി ഉണ്ടാവരുത്, നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. അങ്ങനെ അരച്ചെടുത്ത ശേഷം അതിന്ന് കുറച്ച് ഭാഗം മാത്രം ഞാനിതാ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരു 4 സ്പൂണ് അളവിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല ലൂസ് പരിവാക്കി എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കാപ്പി കാച്ചി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ അടുപ്പത്ത് വെച്ച് ഇളക്കുന്ന സമയത്ത് തിക്കാണെങ്കിൽ പെട്ടെന്ന് കട്ടി പിടിക്കുക. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം കൂടിയാലും കുഴപ്പമില്ല, അതൊന്നും ചൂടായി വരുമ്പോൾ നല്ല പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും കേട്ടോ. അപ്പോൾ ഗ്യാസ് ഓൺ ആക്കിയിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കുക. സിമ്മിലിട്ടിട്ട് തന്നെ ചെയ്യുക. മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ഇട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സിമ്മിലിട്ട് തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റ് ഒന്നും ആവേണ്ട, അതിൻ്റെ മുന്നേ തന്നെ നല്ല കട്ടിക്ക് വരും കേട്ടോ. അപ്പോൾ ഒന്ന് കട്ടിയായി കഴിഞ്ഞാൽ തന്നെ ഗ്യാസ് വേഗം ഓഫാക്കി കഴിയുക. അല്ലെങ്കിൽ നല്ലപോലെ തിക്കായി വരും. തിക്കായി വന്നാലും കുഴപ്പമൊന്നുമില്ല, കുറേ നേരം തണുക്കാൻ വെക്കേണ്ടി വരും എന്ന് മാത്രം കേട്ടോ. അപ്പോൾ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ആവുന്നതിൻ്റെ മുന്നേ തന്നെ ഇത് നല്ലപോലെ ഈ ഒരു പരുവത്തിൽ കട്ടിയായി വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് അതിന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. തണുത്ത ശേഷം മാത്രം ഇത് അരയ്ക്കാൻ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂടോടെ എടുക്കരുത്. നല്ല തണുത്ത ശേഷം മാത്രം എടുക്കുക. എന്നിട്ട് ബാക്കി വന്ന മാവ് ഞാൻ ഇതേപോലെ ഒരു വലിയ പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കുന്നുണ്ട്. ഇത് പൊളിച്ച് പൊങ്ങുന്നത് കൊണ്ട് തന്നെ പൊങ്ങി നിറഞ്ഞ് കവിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന പാത്രം മാവിനേക്കാൾ വലിയ പാത്രം എടുത്തിൽ നമ്മൾ ഒഴിച്ച് വയ്ക്കുക കേട്ടോ. ഇനി ബാക്കി വരുന്ന അരി ഇതേപോലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് നിങ്ങൾക്ക് മധുരം ചേർക്കുന്നത് നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കുറേ മധുരം വേണമെടുക്കുക, അതിനനുസരിച്ച് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. എനിക്ക് എപ്പോഴും മധുരം ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ കുറച്ചധികം മധുരം എപ്പോഴും ചേർത്ത് കൊടുക്കും. പിന്നെ അതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 സ്പൂൺ അളവിൽ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലപോലെ തണുത്തെടുത്ത് നമ്മൾ കാപ്പി കാച്ചി വെച്ചിട്ടില്ലേ, അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ പറയുകയാണ്, എപ്പോഴും ശ്രദ്ധിക്കുക, ഈ കാപ്പി കാച്ചിയത് നല്ലപോലെ തണുത്ത ശേഷം മാത്രം ചേർക്കുക. നമ്മൾ ചൂടോടെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ നമ്മളെ മാവ് പൊങ്ങി വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തണുത്ത ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് വെള്ളത്തിന് പകരം ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങ ചേർക്കാതെ തേങ്ങാപ്പാൽ ചേർക്കുക. അപ്പോഴാണ് നമുക്കിത് പുളിച്ച് കഴിയുമ്പോൾ ആ ഒരു കള്ളിൻ്റെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് ഞാനിത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാലും കാപ്പി കാച്ചിയതൊക്കെ കൂടി ആയതുകൊണ്ട് തന്നെ നല്ലപോലെ കുറുകിയത് അരഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതി. നമുക്കിതിലേക്ക് ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് പുളിച്ച് വരുമ്പോൾ ഒന്ന് നോർമലി ഒന്ന് ലൂസായിട്ട് വരും കേട്ടോ. അപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട. അപ്പം നല്ലപോലെ നമുക്കിത് 2 മാവും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് നമുക്കിതൊന്ന് പുളിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളിതിൽ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നമ്മളിത് പുളിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുന്ന സമയത്ത് കുറച്ചധികം സമയം വേണ്ടി വരും ഇതൊന്ന് പുളിച്ച് പൊന്താൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഈസ്റ്റൊക്കെ ചേർക്കുന്ന സമയത്താണെങ്കിൽ നമുക്കൊരു 4 മണിക്കൂർ 5 മണിക്കൂർ ആ സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് പുളിച്ച് പൊന്തും. പക്ഷേ നമ്മളിത് ഈസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിത് രാവിലെ വൈകിട്ട് ഉണ്ടാക്കാനാണെങ്കിൽ രാവിലെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകിട്ടത്തേക്ക് ആകുമ്പോഴത്തേക്ക് നല്ലപോലെ പൊന്തി വരും കേട്ടോ. അപ്പോൾ ഞാനിതാ ഇത് അടച്ച് വയ്ക്കുന്നുണ്ട്. എൻ്റെ മകൻ്റെ ഡോറാബുജീൻ്റെ പ്ലേറ്റാണ്, അതിനെക്കൊണ്ട് ഞാൻ അവനവിടെ ഇരുത്തിട്ട് അത് എടുക്കണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാനിത് മാറ്റി വേറെ മൂടി വെച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ വൈകുന്നേരം ആയപ്പോൾ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നല്ലപോലെ പുളിച്ച് പൊന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ രീതിക്ക് നമ്മൾ ഈസ്റ്റ് ഇടുന്ന പോലെ പൊങ്ങി വരില്ലെങ്കിലും അത്യാവശ്യം നമുക്ക് ഉണ്ടാക്കാൻ പാകത്തിന് ഇത് പൊങ്ങി വരും കേട്ടോ. പക്ഷേ അതേ എഫക്റ്റ് തന്നെയായിരിക്കും നമ്മൾ ഈസ്റ്റ് ഇടുമ്പോൾ. അത് ഒന്നാമത് ഈസ്റ്റ് അത്ര ചേർക്കാത്തതാണ് എപ്പോഴും നല്ലത്. മക്കൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിക്ക് ഉണ്ടാക്കുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത്. അപ്പോൾ വലിയ രീതി പൊങ്ങില്ലെങ്കിലും നല്ലപോലെ പുളിച്ച് പൊന്തിയിട്ട് വരും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് ഏത് തട്ടിലാണോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പ്ലേറ്റിൽ ഫുള്ളായിട്ട് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. ഓയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളത് വെച്ചാൽ അത് തടവി കൊടുക്കുക. നമുക്കൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നെയ്യാകുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തത് കേട്ടോ. എന്നിട്ട് ഞാനിതാ ഈ ബാറ്റർ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പ്ലേറ്റ് നിറച്ചൊഴിക്കരുത്, കാരണം അത് പൊങ്ങി വരുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പ്ലേറ്റിൻ്റെ പകുതിക്ക് മാത്രം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ആവിയിൽ വെച്ച് വേവിക്കുമ്പോൾ അത് പൊങ്ങി വരും. അതുകൊണ്ടാണ് നമ്മൾ പകുതിക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇഡ്ഡലി തട്ടിൽ ആവി കയറ്റി എടുക്കുക ഞാൻ ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പം തന്നെ കുക്കായി കിട്ടും. അപ്പോൾ കുക്കായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് ഇതേപോലെ അടച്ച് വെച്ച് ആവി കയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ.
10 മിനിറ്റിന് ശേഷം നല്ലപോലെ കുക്കായിട്ടുണ്ട്. പിന്നെ ഇത് എപ്പോഴും എടുക്കുമ്പോൾ നല്ലപോലെ തണുത്ത ശേഷം മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച ആ ഒരു ടേസ്റ്റിൽ കിട്ടുള്ളൂ. അതുപോലെ കട്ട് ചെയ്യാനൊക്കെ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ദാ ഇതിൻ്റെ പുറത്ത് ഈ കാണുന്ന അടയാളം എന്താ വെച്ചാൽ എൻ്റെ മകൻ ചോക്ലേറ്റ് കൈ കഴിച്ചിട്ട് അത് കൊണ്ട് അങ്ങനെയേ വന്ന് തൊട്ടതാണ് കേട്ടോ, അല്ല വേറെ ഒന്നുമല്ലാതെ. എന്നിട്ട് നമ്മളിത് വിടുന്ന സമയത്ത് പ്ലേറ്റ് നല്ലപോലെ വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിത് കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. മാവ് ഞാൻ ഇപ്രാവശ്യം കുറച്ചധികം സമയം തന്നെ പുളിക്കാൻ വെച്ചത് കൊണ്ട് ആ ഒരു കള്ളിൻ്റെ ടേസ്റ്റ് പോലെ നമുക്ക് തോന്നും കേട്ടോ. കഴിക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുത്ത സമയത്ത് ഇതിൽ കള്ള് ചേർത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്, അതേപോലെ പൊങ്ങി വരികയും ചെയ്യും. ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണമാണ്. കുട്ടികൾക്കൊക്കെ മധുരം ചേർത്തുകൊണ്ട് തീർച്ചയായും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ ചാനലും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പം ടാറ്റാ.